ഇന്ന് ആദരണീയ മാസങ്ങൾ അള്ളാഹു എല്ലാ അതിക്രമവും കടന്നുകയറ്റവും നിരോധിച്ച് പവിത്രമായ നിലയിൽ ആദരിക്കുവാൻ ലോക മനുഷ്യ സമൂഹത്തോട് അള്ളാഹു ആജ്ഞാപിച്ച 4 മാസങ്ങളിൽ ദുൽഖഅദ, ദിൽഹിജ്ജ, മുഹറം, റജബ്. അതിൽ 2ാമത്തെ മാസമായ ദിൽഹിജ്ജയാണ്. ഇന്ന് ദിൽഹിജ്ജ 1 അത് ഇന്നലെ രാത്രി തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. വെള്ളിയാഴ്ച ദുൽഹജ്ജ് 1, ശനിയാഴ്ചയാണ് ഈ വർഷത്തെ അറഫ സമ്മേളനം. ഞായറാഴ്ച മുസ്ലിം ലോകം ഈദുൽ അക്ബർ അല്ലെങ്കിൽ ഈദുൽ അദ്ഹ ആചരിക്കുന്നു, ഉൾക്കൊള്ളുന്നു. ദുൽഹജ്ജ് മാസത്തിലൊരു പ്രത്യേകത, അതിൻ്റെ 1-ാം തീയതി തന്നെ ദുൽഹജ്ജിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ തീയതി എന്ന് പ്രഖ്യാപിക്കും. പിന്നെ 8 ദിവസങ്ങൾ നീണ്ടു നിൽക്കുകയാണ്. ഇനി ഈ ശനിയും ഞായറും കഴിഞ്ഞാൽ നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഹറമിലേക്കുള്ള യാത്രകൾ അവസാനിക്കും. പറഞ്ഞാൽ ദുൽഹജ്ജ് 5 സാധാരണ നിലയിൽ ഹാജിമാരവസാനമായി എത്തിച്ചേരുന്ന ദിവസം. പിന്നെ ഒരു പ്രത്യേകതയിൽ ആരെങ്കിലും ഉണ്ടെങ്കിലാണ് 6 എത്തുവാൻ അനുവാദം കിട്ടുക. എയർപോർട്ട് ക്ലോസ് ചെയ്യുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അറഫ ലോകത്തെ മുസ്ലിംകളുടെ ഒരു വലിയ പ്രതീക്ഷയുടെ കേന്ദ്രമാണ്. ഹജ്ജിൻ്റെ മർമ്മവും അതിൻ്റെ ഫർളും അറഫയാണ്. അതിൽ എല്ലാ മദ്ഹബുകളും എന്ന് പറഞ്ഞാൽ പൂർവികരായി നബിയുടെ കാലം മുതൽ ശിഷ്ടകാലത്ത് ജീവിച്ച മഹത്തുക്കളടങ്ങിയ ഇമാമുകളെല്ലാം അറഫയെ സംബന്ധിച്ച് ഏകോപിച്ച അഭിപ്രായമാണുള്ളത്. ആ മസ്അലയിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. വുഖൂഫ് അറഫ, അറഫയിൽ ഉള്ള നൃത്തം എന്നാണ് ഉപയോഗിച്ച വാചകം. അറഫ ഒരു മൗഖിഫാണ്. ഇവിടെ പരസ്പരം ബന്ധപ്പെട്ടും അറിഞ്ഞും ഒരു റൂമിൽ ഷെയർ ചെയ്തും ജീവിച്ചിരുന്നവർ പോലും അറഫ മൈതാനിയിൽ അവരവരുടെ നഫ്സ് മാത്രമേ ഉള്ളൂ. അവർ അവരെ കാണുന്നു, അവരെ കേൾക്കുന്നു, അവരെ ആലോചിക്കുന്നു, അവർ ആവലാതിപ്പെടുന്നു. തൊട്ടടുത്ത് ആരാണെന്ന് പോലും ചിന്തിക്കാറില്ല. അങ്ങനെ അവരെ ആരെയും കണ്ടിട്ട് കൂട്ടുപിടിച്ച് അവർക്ക് വേണ്ടിയല്ല, സ്വന്തത്തെ അറിഞ്ഞ് അള്ളാഹുവിൽ സമർപ്പിക്കുന്ന ഒരു ദിവസം, അതാണ് അറഫ. അത് ഈ ആബാലവൃദ്ധം, പ്രായമുള്ള, രോഗമുള്ള, വയ്യാത്ത, കഷ്ടപ്പെടുന്ന, ഒന്നും അറിഞ്ഞുകൂടാത്ത സാധുക്കളായി മഹാജനാവലി അവിടെ നിൽക്കുമ്പോൾ മുസ്ലിം ലോകം അന്നേ ദിവസം അവരുടെ മേലൊരു ബാധ്യതയുണ്ട്, അറഫ നോമ്പ്. ദുൽഹജ്ജ് 1 മുതൽ വർദ്ധിപ്പിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്ന് സുന്നത്ത് നമസ്കാരങ്ങളാണ്, അറഫയിലെ നോമ്പെടുക്കലാണ്, ദിക്ർ തസ്ബീഹുകൾ വർദ്ധിപ്പിക്കലാണ്, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം ഈ 1 മുതൽ 10 വരെയുള്ള ദിവസം. അതേ നിലയിൽ തന്നെയാണ് കുടുംബ ബന്ധങ്ങൾ പുനരുദ്ധരിക്കണം, അത് വളരെ നന്നാക്കി ചേർക്കണം. ഇത് 1 മുതൽ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയും ഏറെ പ്രതിഫലം നിർണയിച്ച ദിനരാത്രങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂൽ മുസ്ലിം ഉമ്മത്തിനെ പ്രോത്സാഹിപ്പിച്ചതാണ്. അവർ ഒരൊറ്റ സാഹോദര്യ ബന്ധത്തിൽ കഴിയേണ്ടവർ, അങ്ങനെയാണ് അവർ ജീവിക്കേണ്ടത്. അറഫ നോമ്പ് കഴിഞ്ഞ ഒരു വർഷവും നോമ്പനുഷ്ഠിക്കുന്ന ആ വർഷവും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും ദോഷങ്ങളെ മായ്ച്ചു കളഞ്ഞേക്കാം. അത്രയും പ്രാധാന്യം അറഫ നോമ്പിനുണ്ട്. കാരണം അറഫയുടെ മഹത്വമാണ്
മുസ്ലിം ലോകത്തിൻ്റെ പ്രതീക്ഷയുടെ കേന്ദ്രമായ അറഫയെ ലക്ഷ്യമാക്കി അന്ന് ലോകമെമ്പാടുമുള്ള മുസ്ലിമുകൾ നോമ്പനുഷ്ഠിക്കേണ്ടത്. അത് ഇന്ന് അറിഞ്ഞു എല്ലാവരും. കേരളത്തിലെ കുറച്ച് പണ്ഡിതന്മാർ അറിയില്ല കേട്ടോ. ഇനിയും കുറേ സംഘടനകളും അറിയില്ല. കാരണം അറിഞ്ഞാൽ അവർക്ക് മലപ്പുറം ജില്ലയിൽ അറഫ ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ്. ഞാൻ അവിടെ ആകുമോ എന്ന് എനിക്കറിയില്ല ഈ തവണ. ഇല്ലെങ്കിൽ അറഫ ദിവസം നോമ്പ് പിടിപ്പിക്കൂല. ഞങ്ങളുടെ അറഫ ഇന്ന ദിവസമാണെന്ന് പറയും. ഒന്ന് ഇന്നല്ല എന്ന്. പക്ഷെ ഇനി ഒന്നായാൽ എന്താവും? അറഫ ഞായറാഴ്ചയാവും. അറഫയിൽ അന്ന് ആരും ഉണ്ടാവില്ല. അപ്പം ഞങ്ങളുടെ അറഫ ഇവിടെ ഉണ്ടാവുമെന്ന് ഇതുപോലും മുസ്ലിമുകൾ മനസ്സിലാക്കാറില്ല. അറഫ നോമ്പ് അറഫ ദിവസമാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? ദുൽഹജ്ജ് 9 പിടിക്കണോ അറഫ ദിവസം പിടിക്കണോ? അതിന് ഇസ്ലാമിലൊരു വിധി അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, മൻ സ്വാമ യൗമ അറഫ. അത്ര വ്യക്തമാണ്. അർത്ഥം പറയാതെ മനസ്സിലായില്ലേ? ഒരാൾ നോമ്പെടുത്തു അറഫ ദിവസം. അത് ലോകത്തെ ഒരു 740 കോടിയോളം ജനങ്ങൾ ഇന്ന് കാണുകയാണ് അറഫ എന്നാണെന്ന്. ആ അറഫ ദിവസം മുഴുവൻ ജനാവലിയും കാണുകയാണ്, അറിയുകയാണ്. ഇതൊരു വല്ലാത്ത കുതിരത്തല്ലേ ഇത്? നമ്മുടെ അറിവും സാങ്കേതിക വിദ്യയുടെ വളർച്ചയും ചെറുതല്ല. 130 കോടി വർഷങ്ങൾക്ക് മുൻപ് ഈ മഹാപ്രപഞ്ചത്തിലുണ്ടായ ചില ഘർഷണങ്ങളും വികർഷണങ്ങളും അതുവഴിയുണ്ടായ അനർത്ഥതകളും ഗാലക്സികളിലുണ്ടായ രൂപമാറ്റങ്ങളും ഭൂമിയിലെ സന്തുലിതാവസ്ഥയടക്കം സൂര്യനടക്കമുള്ള നക്ഷത്ര ലോകങ്ങളെക്കുറിച്ച് പഠിക്കാൻ കഴിഞ്ഞ ഒരു ലോകത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. 130 കോടി വർഷം മുമ്പ്. അതോടെ നമ്മൾ മനസ്സിലാക്കണം. നമുക്കാണ് 12 മാസത്തിൽ ദുൽഹജ്ജ് 1 ഇപ്പോഴും അറിയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തു വലിയ വിരോധാഭാസം. അത് കൂടെ ചിന്തിക്കാൻ മാത്രം പറഞ്ഞതാണ്. വിശുദ്ധ ഖുർആനിലൊരു വാക്കുണ്ടല്ലോ, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ. ആ ആയത്തിൽ വല്ലാത്തൊരു പരാമർശമുണ്ട്. അതെല്ലാം എന്തിനാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, അള്ളാഹു പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. മുഴുവൻ പ്രപഞ്ചങ്ങളും 1, 2, 1000, 10,000, ലക്ഷമോ കോടിയൊന്നുമല്ല. അങ്ങനെ കോടാനുകോടി. ബഷീറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ അണ്ടകടാഹത്തെ സൃഷ്ടിച്ചു. അതിനപ്പുറം മലയാളത്തിലൊരു വാക്കില്ല. എന്നിട്ട് രാപകലുകൾ മാറി മാറി വന്നു. ഇനി നിങ്ങൾ സഞ്ചരിക്കുന്ന കപ്പലും അതിൻ്റെ ചലനവും അതിൻ്റെ രീതികളും കടലിൻ്റെ ആഴവും കടലിൻ്റെ പരപ്പും അതിൻ്റെ സ്വഭാവവും ഇതൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകാനാണ് ഇത് പറഞ്ഞത്. ലി ഉലിൽ അൽബാബ്, അതാണ് ആയത്ത് അവസാനിപ്പിച്ച വാചകം. അത് നമ്മൾ സംഭവിക്കില്ല. ഞങ്ങൾക്ക് ബുദ്ധിയില്ല എന്ന് ഞങ്ങൾ ഇന്നലെയും പറഞ്ഞു, ഇന്നും പറഞ്ഞു, നാളെയും പറയും. പിന്നെ ഇപ്പം എന്ത് കാര്യം? എത്ര അത്ഭുതമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതിനുവേണ്ടി പറഞ്ഞാണ് ഇത്രയും വാക്കിയാണ്. ഇത് ബോധമുള്ള, ബുദ്ധിയുള്ള, വിവേകമുള്ള, ചിന്തയുള്ള ആളുകളെ സംബന്ധിച്ച് ഇത് വളരെ എളുപ്പമാണ്. ഇതിൻ്റെ ഗ്രാഹ്യത വളരെ എളുപ്പമാണ്. അപ്പം ഞാൻ ആ വിഷയം നീട്ടുകയല്ല. അള്ളാഹു പറഞ്ഞു ഹുനഫാ അലില്ല. ഈ ഹജ്ജ് മാസത്തിൻ്റെ സന്ദേശം, നേർക്ക് നേരെ നിങ്ങൾ അള്ളാഹുവിനെ സമീപിക്കണം. കാരണം ഇബ്രാഹിം നബിയുടെ മില്ലത്താണല്ലോ. ഒരു ആടിനെ മേടിച്ച് അറുത്തു കൊടുക്കാൻ ഇരിക്കുകയാണ് മില്ലത്ത് പിന്തുടരുന്ന ആൾക്കാർ. ഇബ്രാഹിം നബിയുടെ മില്ലത്ത് ഹുനഫാ അലില്ല, അള്ളാഹുവിലേക്ക് നേർക്ക് നേരെ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനും നേർക്ക് നേരെ ബന്ധപ്പെടാനുള്ള സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ഒരു മാസം ദുൽഹിജ്ജയാണ്. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ആ മില്ലത്ത് നമ്മൾ പറയുന്നുണ്ട്, ഇന്നീ വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർദ് ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഞാൻ നേർക്ക് നേരെയാണ്. എന്താ കാരണം? ഞാൻ മുസ്ലിമാണ്. എനിക്ക് പങ്കാളികൾ ആരുമില്ല. എനിക്കൊരു ഇടനിലക്കാരുമില്ല, മധ്യവർത്തികളില്ല. ഞാൻ നേർക്ക് നേരെയാണ് അള്ളാഹുവിലേക്ക്.
ഇത് പ്രഖ്യാപിച്ച സന്ദർഭം വളരെ വലുതാണ്. ഇബ്രാഹിം നബി അന്ന് ഒറ്റയ്ക്ക് നിന്ന ഈ പറയണത്. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ എന്നത് നമ്രൂദിന്റെ മുമ്പിലല്ല, ഒരു ജനതയുടെ മുൻപിലാണ്. അദ്ദേഹത്തെ തേജോധം ചെയ്യലല്ല, തേച്ചു മാച്ചു കളയാൻ സന്നദ്ധമായി ഒരുങ്ങിപ്പുറപ്പെട്ടൊരു മഹാജനാവലിയുടെ മുൻപിലാണ് ഞാൻ എൻ്റെ റബ്ബിലേക്ക് തിരിയുന്നു. എനിക്ക് വേറെ ആരുടെയും സഹായം വേണ്ട, ഒരു പങ്കാളിയും വേണ്ട, ഞാൻ നേർക്ക് നേരെയാണ്. ഇതാണ് ഇവിടെ പറഞ്ഞത്. ഹുനഫ അലില്ല ഗൈറ മുശ്രിക്കീന ബിഹി, അള്ളാഹുവിലേക്ക് നേർക്ക് നേരെ ബന്ധപ്പെടുമ്പോൾ പങ്കാളികൾ ഉണ്ടാകരുത്. അങ്ങനെ എല്ലാ പങ്കാളികളെയും ഒഴിവാക്കിയിട്ട് ഇർജുമാനസതയിൽ അള്ളാഹുവിനെ സമീപിക്കുന്ന ഒരു സമീപനമാണ് ഹജ്ജ്. അത് വളരെ പ്രാധാന്യമുള്ളൊരു പ്രഖ്യാപന. സൂറത്തുൽ ഹജ്ജിലെ ആയത്താണിത്. ഒമൻ യുഷിരിക്ക് ബില്ലാ. എന്താ ഇതിങ്ങനെ പറയാൻ കാരണം? ആരെങ്കിലും അള്ളാഹുവിലുള്ള വിശ്വാസവും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഇടതേടുന്ന രീതികളും സ്വീകരിച്ചാൽ, മധ്യവർത്തികളെ സ്വീകരിച്ചാൽ എന്താ തകരാറ്? ഫകഅന്നമാ ഖറ മിനസ്സമാ, അവൻ ഒരുപാട് ഉയരത്തിൽ ആകാശ ലോകത്ത് നിന്ന് കൈവിട്ടു പോയവനെ പോലെയാവും. പിന്നെ ഓർക്കുമ്പോൾ തന്നെ കൈകാലുകൾ തളർന്നു പോകും. അതൊന്ന് ആലോചിച്ച് നോക്കിയോ. 19,000-70,000 അടി ഉയരത്തിലാണല്ലോ ഫ്ലൈറ്റ് പോണത്. ആ ഉയരത്തിൽ നിന്ന് കൈവിട്ടു പോയവൻ്റെ അവസ്ഥ വെറുതെ ഒന്നാട് ആലോചിച്ചിരുന്നു. ഇതിനപ്പുറം എന്ത് വാക്ക് പറയണം? ഫതഖ്തഫുഹു തയ്ർ. അങ്ങനെ കൈവിട്ട് കഴിഞ്ഞാൽ ആകാശലോകത്താണല്ലോ, പാറി നടക്കല്ലോ, ആകർഷണം നഷ്ടപ്പെട്ടില്ല ഇവിടെ. അപ്പോൾ അവനെ ഭീമമായ പക്ഷികൾ വന്ന് കൊത്തിയെടുത്തുകൊണ്ടു, റാഞ്ചിയെടുക്കും. ഔ തഹ്വി ബിഹി റീഹു, അല്ലെങ്കിൽ ശക്തമായി അടിക്കുന്ന കാറ്റവനെ തള്ളിക്കൊണ്ടുപോകും. അടിച്ചു വീശിയിട്ട് ആ കാറ്റവനെ പറപ്പിക്കും. ഫീ മക്കാനിൻ സഹീഖ്, എവിടെയാ കൊണ്ടുപോയി ഇടുക? അഗാധമായ ഗർത്തത്തിൽ, അഗാധമായ കൊക്കയിലേക്ക് അവരെ കൊണ്ടുപോയി ഇടും. ഇത് രണ്ടും അള്ളാഹുവിൻ്റെ നേർക്ക് നേരെയുള്ള ഹനീഫൻ എന്നത് വിട്ടിട്ട് അവൻ്റെ സൃഷ്ടലോകത്തെ നിങ്ങൾ നമ്പുന്നുവെങ്കിൽ, അവർ നിങ്ങളെ രക്ഷിക്കും സഹായിക്കും എന്ന് ധരിക്കുന്നുവെങ്കിൽ, അവരെയാണ് നിങ്ങൾ വിളിക്കുന്നത് എങ്കിൽ, ഇവിടെ കേരളത്തിൽ നിന്ന് ഹജ്ജിന് പോകുന്നവരൊക്കെ എന്തിനാ പോകുന്നതെന്ന് പോലും അവർക്ക് ഇപ്പോഴും അറിയാൻ പാടില്ല. അത് ഞാൻ ഒരിക്കൽ പരാമർശിച്ചതാണ്. അവർ പോകുന്നതിന് മുമ്പ് അവരൊരു പരിപാടി നടത്തും. ആ പരിപാടിയിൽ ഗദ്യപദ്യങ്ങളുണ്ടാവും. ഒരു വാക്ക് പറയാം: വജ്ഹക്കൽ മിസ്കീനു യർജു ഫളലക്കൽ ജമ്മൽ ഗഫീറു. മുഹമ്മദ് നബിയോട് അവിടെ പ്രാർത്ഥന. നബി 103 യുദ്ധം നടത്തിയത് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞിട്ടാണ്. എന്തൊരു ദുനിയാവ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. പുരോഹിതരാണ് ഈ കാണിക്കുന്നത്. വജ്ഹക്കൽ മിസ്കീനു യർജു, അങ്ങയുടെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ട് മിസ്കീനായ ഞാൻ പ്രതീക്ഷയോടെ പുറപ്പെടുക. ഫളിലക്കൽ ജമ്മൽ ഗഫീറു, ഒരു ഇടതടവുമില്ലാതെ മഹത്തായ അനുഗ്രഹങ്ങൾ അങ്ങ് എനിക്ക് തരണം, അതാണ് എൻ്റെ പ്രതീക്ഷ. നമ്മൾ ഇതിനകത്തൊക്കെ ഒരുപാട് പറയാനുണ്ട്. സുലൈമാൻ അലൈഹിസ്സലാം പറഞ്ഞു ഫളല് ആരുടേതാണ്? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഒരു സൈന്യവ്യൂഹത്തിലെ കേവലം ഒരു സൈന്യാധിപനാണ്. ആ സൈന്യത്തിലൊരു അംഗം. അദ്ദേഹം പിന്നെ സൈന്യാധിപനായി, വിജയം ഭരിച്ചു, അദ്ദേഹം ഭരണാധിപനായി, സിംഹാസനത്തിൻ്റെ ഉടമസ്ഥനായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഹദാ മിൻ ഫളിലി റബ്ബി, ഇത് എൻ്റെ റബ്ബിൻ്റെ ഫളിലാണ്. അവൻ എനിക്ക് നൽകിയത് എന്നെ പരിശോധിക്കാൻ മാത്രമാണ്, വേറെ ആരും ഇതിൻ്റെ പിന്നിലില്ല. അങ്ങനെ പറയാനൊരു കാരണം കൂടിയുണ്ട്. കുറേ ശൈത്താനിയത്തും ജിന്നും ഇഫ്രീത്തിൻ്റെയൊക്കെ കഥ പറഞ്ഞിട്ട് അവർക്ക് പലതും കഴിയുന്ന വിശ്വസിച്ച് ലോകം അത് നിഷേധിക്കലാണ് ഇവിടെ ഉണ്ടായത്. സുലൈമാൻ നബി അലൈഹിസ്സലാം. ഞാൻ ആ ഭാഗത്തേക്ക് വരികയല്ല. അപ്പോൾ ഫളിലക്കൽ ജമ്മൽ ഗഫീറു,
ഇതൊരു അഷറക്ക ബെയ്ത്തുണ്ടല്ലോ മൗലിദ് കിതാബിൽ, അതിലെ 2 വരിയാണ് നിങ്ങൾ കേട്ടത്. അടുത്ത് വായിച്ച് അതിൻ്റെ അർത്ഥമൊക്കെ ചോദിച്ച് പഠിച്ചു നോക്കുക. ദാലിക വമൻ യുഅല്ലിം ശആഇറല്ലാഹ്. ഇപ്പം ഈ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആദരിക്കുന്നവർക്ക് മാത്രം അതിൻ്റെ ഫലം ആസ്വദിക്കാൻ കഴിയൂ. ഫൈന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അത് ഈമാനിൻ്റെ തഖ്വയിൽ നിന്നാണ് അത് ഉത്ഭവിക്കപ്പെടുന്നത്. ലക്കും ഫീഹാ മനാഫിഉ ഇലാ അജലിൻ മുസമ്മ. നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് ഈ ഹജ്ജിൽ. സുമ്മ മഹില്ലുഹാ ഇലൽ ബൈത്തിൽ അത്തീഖ്. ഇനി നിങ്ങളുടെ ബലിമൃഗങ്ങളുടെ സ്ഥാനം അതിപുരാതീനമായ മന്ദിരമാണ് കഅബ. നിങ്ങൾ അതിനെ ലക്ഷ്യാക്കിയാണ് പോകുന്നത്. നിങ്ങൾ അതേ തൽബിയത്തിലാണ് പോകുന്നത്. ഒലിക്കുല്ല് ഉമ്മത്തിൻ ജഅൽനാ മൻസക്ക. ഈ ലോകത്ത് ചരിത്രത്തിൽ അറിയപ്പെടുന്ന മുഴുവൻ മതവിഭാഗത്തിനും അവർക്ക് തീർത്ഥാടനങ്ങളുണ്ട്. മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല നുസുക്ക്. ഇന്ന സ്വലാത്തി വ നുസുക്കി. ഇതാണ് ഇബ്രാഹിം നബിയുടെ വാചകം. മൻസക്കാർക്കൊക്കെയുണ്ട്? ലോകത്തുള്ള മുഴുവൻ മതവിഭാഗത്തിനുമുണ്ട്. അവർക്ക് ആ വർഷത്തിൽ ഒരിക്കലാണ്, വിവിധ പ്രദേശത്താണ്, വിവിധ ആചാര രീതിയിലാണ്. എല്ലാ ലോക മനുഷ്യ സമൂഹത്തിനും തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. അതൊക്കെ വലിയൊരു അത്ഭുതമാണ് കേട്ടോ ആ വാക്ക്. ലിയദ്കുറുസ്മല്ലാഹി. എന്തിനാ തീർത്ഥാടന കേന്ദ്രം എല്ലാവരും സ്ഥാപിച്ചത്? എല്ലാവരും അവരവരുടെ കാലഘട്ടത്തിൽ തുടങ്ങി അതിൻ്റെ അനുയായികൾ തുടർന്നു വരികയാണ്. അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടിയാണ്, അള്ളാഹുവിനെ സ്മരിക്കാനാണ്. അലാമാ റസഖഹും മിൻ ബഹീമത്തിൽ അന്നാം. അള്ളാഹു അവർക്ക് ഭക്ഷ്യമായി നൽകിയ കാലികൾ, അത് അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുകയും അവയെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. ഫഇലാഹുക്കും ഇലാഹുൻ വാഹിദ്. ഒന്നുകൂടി പറയാം, നിങ്ങൾക്ക് ഒരു ഇലാഹേ ഉള്ളൂ, അത് അള്ളാഹുവാണ്. ഫലഹു അസ്ലിമു. നിങ്ങൾ അവന് കീഴ്പ്പെടണം. വബശ്ശിരിൽ മുഖ്ബിത്തീൻ. നല്ലവരായ ആളുകൾക്ക് സന്തോഷമറിയിക്കണം. സൂറത്തുൽ ഹജ്ജിലെ തുടർച്ചയായ ആയത്താണ് നിങ്ങൾ കേൾക്കുന്നത്. ഇങ്ങനെയാണ് വരേണ്ടത്. അല്ലദീന ഇദാ ദുക്കിറല്ലാഹ്. അള്ളാഹുവിനെ പറയപ്പെട്ടാൽ, അവന് അല്ലെങ്കിൽ അവനോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ അവനോട് ആവലാതിപ്പെടുന്നു, സങ്കടപ്പെടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ, അവൻ്റെ നാമം ഉച്ചരിക്കുന്നു, അവനെ ഓർക്കുന്നു. വജിലത്ത് ഖുലൂബുഹും. അവരുടെ ഹൃദയങ്ങൾ തപിച്ചുകൊണ്ടിരിക്കുന്നു. വസ്സാബിരീന അലാ മാ അസാബഹും. അവർക്ക് വന്നു ഭവിച്ച എല്ലാ വിപത്തുകളിലും അവർ ക്ഷമ അവലംബിക്കും. കാരണം പടച്ചവന്റെ നിശ്ചയമാണ് എന്തും ഏതും. വൽ മുഖീമിസ്സലാത്ത്. നമസ്കാരം നിലനിർത്തുന്നവർ. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. നാം അവർക്ക് നൽകിയതെല്ലാം ധർമ്മം ചെയ്തുകൊണ്ടിരിക്കും. ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ഏറ്റവും സവിശേഷമായ അമലാണത്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, വൽ ബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാഹ്. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ് ബലിമൃഗങ്ങൾ, ഒട്ടകങ്ങൾ, അങ്ങനെ എന്തൊക്കെയാണോ അത് എല്ലാം അതിനകത്ത് പെടുന്നതാണ്. അത് അള്ളാഹുവിൻ്റെ ചിഹ്നമാണ്. ലക്കും ഫീഹാ ഖൈർ. അതിൽ നിങ്ങൾക്ക് ഒരുപാട് നന്മകളും. ഫദ്കുറുസ്മല്ലാഹി അലൈഹാ സവാഫ. അതിനെങ്ങനെ നിരത്തി നിർത്തിയിട്ടാണ് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് അതിനെ ബലി നൽകുന്നത്. റസൂലുള്ള ചെയ്തൊരു കാര്യമുണ്ട്. അത് ഫർളല്ല ഇപ്പം ഈ പറയണത്. ഹാജിമാരെ സംബന്ധിച്ച് ഫർളാണ് ഇവിടെ. കാരണം തമത്തുവിൻ്റെ ഹാജിയും കാരിനിൻ്റെ ഹാജിയും ബലി നൽകൽ ഫർളാണ്. ലോക മുസ്ലിംകളെ സംബന്ധിച്ച് കഴിവുള്ളവർ മാത്രം ചെയ്താൽ മതി ഉളുഹിയ്യത്ത്. അങ്ങനെ ഉളുഹിയ്യത്ത് നെയ്യത്ത് ചെയ്താൽ ദുൽഹജ്ജ് 1 ഇന്നാണ്. ഇന്നു മുതൽ ബലി നൽകുന്നത് വരെ താടി, മീശ, തല, രോമങ്ങളൊന്നും മുറിക്കാൻ പാടില്ല, നഖം മുറിക്കാൻ പാടില്ല. അവർ ഏതൊരു ബലിമൃഗത്തെ കണ്ടാലും തക്ബീർ ചൊല്ലണം. തക്ബീറുകളോടെയാണ് പള്ളിയിലേക്ക് പോകേണ്ടത്, മടങ്ങുന്നത്. എന്നിട്ട് പരമാവധി സ്വന്തം തന്നെയാണ് അറക്കുക. ഇല്ലെങ്കിൽ അറവയുടെ സ്ഥലത്ത് സാക്ഷിയാകണം. വേറൊരാൾ ചെയ്യുമ്പോൾ എല്ലാവരും ഒരുമിച്ച് തക്ബീർ ചൊല്ലണം. ഇതാണ് ഖുർആൻ പറഞ്ഞത്. എന്നിട്ട് വൈദാ വജബത്ത് ജുനൂബുഹ. അങ്ങനെ ബലി നടത്തി, അത് താഴെ മറിഞ്ഞു വീണു, മരിച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? ഫകുലൂ മിൻഹാ.
നിങ്ങൾക്കതിൽ നിന്ന് തിന്നാം. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണ്ടേ? ഏഷ്യൻ രാജ്യത്ത് മാത്രമല്ല, ഏതാണ്ട് യൂറോപ്യൻ രാജ്യത്തിൻ്റെ പകുതിയോളം വരുന്ന ഭൂപ്രദേശങ്ങളിലും ഭക്ഷ്യം മാംസമാണിന്ന്. പശുവിൻ്റെ പേരിലൊക്കെ ഇവിടെ ആൾക്കാരെ തല്ലിക്കൊല്ലുണ്ടല്ലോ. അവരുടെ പൂർവ്വപിതാക്കൾ മുതൽ അവരുടെ മതഗ്രന്ഥങ്ങൾ മുതൽ ബ്രാഹ്മണ്യം ഒന്നടങ്കം പശുമാംസമേ തിന്നാവൂ എന്ന് നിഷ്കർഷിച്ചവരാണവർ. വെറുതെ ഒന്ന് വായിച്ചു നോക്കുക ഇതെല്ലാം. അപ്പോഴാണ് അത് പാടില്ല ഇത് പാടില്ല എന്നൊക്കെ പറയണം. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് ഫെസ്റ്റിവൽ വന്നു. ബീഫ് ഫെസ്റ്റിവൽ, ചിക്കൻ ഫെസ്റ്റിവൽ, അത് വേറെ പണിയാണ്, ഇരിക്കട്ടെ. വഅത്ഇമു, നിങ്ങളുടെ ഈ മാംസം, ബലിയുടെ മാംസം, ഉളുഹിയ്യത്ത്, ഇനി ആർക്കാ കൊടുക്കേണ്ടത്? നിങ്ങൾ കഴിക്കുക, നിങ്ങൾ കഴിപ്പിക്കണം. ആർക്കൊക്കെ കഴിപ്പിക്കണം? അൽ ഖാനിയ വൽ മുഅ്തറ, അൽ ഖാനിയ വൽ മുഅ്തറ, വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന, ദുരിതമനുഭവിക്കുന്ന പട്ടിണിപ്പാവങ്ങൾ, അവർക്ക് കൊടുക്കണം. വേറൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞത് അൽ ബാഇസ് അൽ ഫഖീർ എന്ന വാചകമാണ്. വാത്തിഴ്മു പറഞ്ഞിട്ട് അൽ ബാഇസ് അൽ ഫഖീർ, വിഷണ്ണനാണ്, ദരിദ്രനാണ്. ഈ നന്മ ഉണ്ടാകുന്നതിന് ധർമ്മം ചെയ്യാൻ പറഞ്ഞ ഒരു സ്ഥലത്തും ഖുർആനിൽ മതത്തെ പരാമർശിച്ചില്ല. അവിടെയെല്ലാം മുൻപിൽ കണ്ടത് മനുഷ്യരെയാണ്. എന്താ കാരണം? പക്ഷപാതിത്വം ഇല്ല. കാരണം ഇത് നിങ്ങൾക്ക് പ്രയോജനമുണ്ട് ഈ ദുൽഹജ്ജ് മാസം എന്നാണ്. ഹജ്ജ് മുസ്ലിം ലോകത്തിന് ഒരുപാട് മൻഫഅത്തുകൾ നേടിക്കൊടുക്കുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. ഈ കാര്യത്തിൽ മതങ്ങളെയൊക്കെ ഒഴിവാക്കിയിട്ട് ദാരിദ്ര്യം അനുഭവിക്കുന്ന, പരവശനായ, കഷ്ടത അനുഭവിക്കുന്ന, ഫക്കീറായ, മിസ്കീനായ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം. അപ്പോൾ ഒരു നാട്ടിലൊരു മഹല്ലി ചെയ്യുമ്പോൾ മഹല്ലിൽ 2000 വീടുണ്ട്, 2000 വീടിന് എത്തിക്കണം. അതിൽ ജാതിയും മതമൊന്നും പരാമർശിക്കൂല. അങ്ങനെയാണ് മുസ്ലിംകൾ അത് വിതരണം ചെയ്യേണ്ടത്. കദാലിക സഖർനാഹാ ലക്കും ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി ഈ ബലിമൃഗങ്ങളെയെല്ലാം അള്ളാഹു നിങ്ങൾക്ക് വിധേയപ്പെടുത്തി തന്നിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു ഒരു ഗൗരവമായ കാര്യം പറഞ്ഞു. ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, അതിൻ്റെ മാംസമോ അതിൻ്റെ രക്തമോ അള്ളാഹുവിലെത്തൂല. ലോകത്ത് നബി വരുന്നത് വരെയും ബലിമൃഗങ്ങളുടെ രക്തം എടുത്തിട്ട്, ഇപ്പം അമാനി മൗലവിയുടെയൊക്കെ തഫ്സീറിൽ അത് വിവരിച്ചിട്ടുണ്ട്, മലയാളത്തിൽ ഇവിടെ ഉണ്ട്, എടുത്ത് വായിച്ചു നോക്കണം. അപ്പം ആ രക്തം എടുത്തിട്ട് അവരെ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളുടെ തലയിലും മുഖത്തും പരിസരത്തൊക്കെ ഒഴിക്കുകയും പുരട്ടുകയും ചെയ്യും. അത് അവരുടെ തലയിലും മുഖത്തൊക്കെ വയ്ക്കും. അങ്ങനെ മേലത്തൊക്കെ പുരട്ടും. ഇതൊരു പുണ്യം നേടലാണല്ലോ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ മാംസത്തിൻ്റെ ഓഹരിയും സൂറത്ത് അന്നാമിൽ അത് മാത്രമല്ലല്ലോ, ഒരു വെണ്ടയ്ക്ക നട്ടിട്ട് വെണ്ട വിളവെടുക്കുമ്പോൾ പോലും അതിൻ്റെ ഒരു ഓഹരി അവിടെ കൊണ്ടുവന്ന് വയ്ക്കും. നെല്ലും ഗോതമ്പും സർവ്വ പച്ചക്കറിയും, അതും ഖുർആൻ അവിടെ പരാമർശിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് അതിൻ്റെ രക്തമോ മാംസമോ അള്ളാഹുവിങ്കിൽ എത്തിച്ചേരുകയില്ല. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, നിങ്ങളിൽ നിന്നുള്ള തഖ്വ അഥവാ നിങ്ങളുടെ നിയ്യത്ത് മാത്രം അള്ളാഹുവിങ്കിൽ എത്തിച്ചേരും. കദാലിക സഖറഹാ ലക്കും, അള്ളാഹു ഇപ്രകാരം ബലിമൃഗങ്ങളെ എളുപ്പമാക്കി വിധേയപ്പെടുത്തി തന്നു. ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, നിങ്ങൾക്ക് മാർഗദർശനം ലഭിച്ചതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലാഹു അക്ബർ എന്ന് പറയാൻ വേണ്ടിയാണ്. അതാണ് തക്ബീർ. അത് എത്ര ദിവസം വരെയാകാം? ബലി നൽകാവുന്ന ദിവസം മുഴുവനും തക്ബീർ. അതാണല്ലോ യൗമുൻ നഹറിൻ്റെ പ്രത്യേകത. ബലിയാണ് തക്ബീറിൻ്റെ തുടക്കം. ഇനി എന്നാ അത് അവസാനിക്കേണ്ടത്? അയ്യാമു തശ്രീഖിൻ്റെ അവസാനം എപ്പോഴാണ്? അസ്ർ കഴിയുമ്പോഴാണ്. മഗ്രിബാവുമ്പോൾ അയ്യാമു തശ്രീഖ് മാറും. പിന്നെ അടുത്ത ദിവസമാണ് ആരംഭിക്കുന്നത്. 12 മണി വരെയൊന്നും സമയമില്ല രാത്രി. അപ്പം അതുകൊണ്ട് ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, നിങ്ങളെ അള്ളാഹു നേർമാർഗത്തിലാക്കിയതിൽ തക്ബീർ ചെല്ലാൻ വേണ്ടി. വബശ്ശിരിൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അള്ളാഹു ഈ മഹത്തായ മാസത്തെ വിവരിച്ച തുടർച്ചയായൊരായത്താണ്. പറയുമ്പോൾ അറഫ ഇനിയും എത്രയോ അധികം പരാമർശിക്കപ്പെടണം. മുസ്ലിം ലോകം ഒന്നടങ്കം ഈ ലോകത്തെ മോക്ഷം, ജനങ്ങളുടെ നന്മ
ജനങ്ങളുടെ ഭക്തി, അവരുടെ പാപമോചനം, അവരുടെ ഐശ്വര്യം, ഇതിനെല്ലാം പ്രാർത്ഥിക്കുന്ന ഒരു സമയം. അവരവരെ മാത്രം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു നിൽക്കുന്ന ഒരു ഇടം, മഹ്ശറ പോലെ. അത് ഈ വർഷം നമുക്കെല്ലാം മനസ്സിലാകുന്നത് പോലെ ശനിയാഴ്ചയാണ് അറഫ. അതെല്ലാവരും ഹൃദയത്തിൽ കരുതണം. അന്നാണ് നിങ്ങൾ നോമ്പനുഷ്ഠിക്കേണ്ടത്. അള്ളാഹു മുത്തഖീങ്ങളിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ.